അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ പാഠം അഅ്ലമുൽ മുഅ്ജിസാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിച്ചതിന് ശേഷം തദ്രീബാത്ത് നോക്കാം. അഅ്ലമുൽ മുഅ്ജിസാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാ? നമുക്കൊക്കെ അറിയണതാണ്, പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്ബത്ത് ശ്രവിക്കാനിടയായി. ഉത്ബത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടു. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. നല്ല സാഹിത്യ പിടിപാടുള്ള ആളാണ് ആര്? ഉത്ബത്ത്. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഖുർആനിൽ ആ വചനങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ, നബിതങ്ങളിങ്ങനെ പാരായണം ചെയ്യണ ആ പദങ്ങളിങ്ങനെ കേട്ടപ്പം അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. ഖുർആനിലെ വചനങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്, അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓത്ത് കേട്ടിട്ട്, ഖുർആൻ പാരായണം കേട്ടിട്ട് അദ്ദേഹം ഉത്ബത്ത് എന്ത് ചെയ്തു? മക്കക്കാരുടെ അരികിൽ ചെന്നുകൊണ്ട് പറയാണ്, ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. കവിത ഒന്നുമല്ല, കവിതയല്ല, മാരണമല്ല, ജ്യോത്സ്യമല്ല. കവിത എന്ന് നമുക്കറിയാമല്ലോ, പാട്ട് കവിത എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഒരു വശീകരണ ശക്തി ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ അവസാനത്തിൽ. തീർച്ചയായും ഇതിന് മഹത്തായൊരു വശീകരണ ശക്തി ഉണ്ടെന്ന്. അപ്പോൾ നമുക്കറിയാം, പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ, കവിതകൾ കേൾക്കുകയാണെങ്കിൽ നല്ല ഈണത്തിലും നല്ല മട്ടത്തിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ടുപോകും. അങ്ങനെ ഒരു വശീകരണ ശക്തി ഉണ്ടാവുന്നത്. അതേപോലെ ഇവർ പറഞ്ഞത് എന്താ? ഖുർആൻ ഒരു കവിതയാണ് എന്ന്. അതിനുള്ള ഈ ആ വശീകരണ ശക്തിയൊക്കെ കണ്ടുകൊണ്ട് അവർ പറഞ്ഞതാണ് എന്ത്? ഖുർആൻ കവിതയാണെന്ന്. മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. അന്നത്തെ കാലത്ത് അവർ കേട്ടിരുന്ന വാക്യങ്ങൾ എന്ത് ചെയ്യുന്നു? മന്ത്രത്തിലൂടെയും അവരുടെ മന്ത്രങ്ങളായിരുന്നു. അതുപോലെ മക്ക മുശ്രിക്കുകളുടെ മന്ത്രങ്ങൾ, സിഹിർ ചെയ്യുന്ന സമയത്തും ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയാൽ അവർ കേട്ടിരുന്ന, അവർ ജപിക്കുന്ന അവരുടെ മന്ത്രങ്ങളുണ്ട്, അതായിരുന്നു അവർ കേട്ടിരുന്നത്. ആ ഇടയിലേക്കാണല്ലോ ഈ ഖുർആൻ വന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത് മാരണമോ ജ്യോത്സ്യമോ ആണെന്ന്. അതിലൊക്കെ പറഞ്ഞ പോലുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എന്ന രൂപത്തിലാണ് അവർ ആ പ്രയോഗിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഉത്ബത്ത് പറയുകയാണ്, എന്താ പറഞ്ഞത്? കവിതയോ മാരണമോ ജ്യോത്സ്യമോ അല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പാരായണം ആരാ കേട്ടത്? ഉത്ബത്താണ് കേട്ടത്. ഉത്ബത്ത് കേട്ടിട്ട് മക്കക്കാരോട് എന്താ അവൻ ചെന്ന് പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് പോലെ ഖുർആൻ എന്തല്ല? കവിതയുമല്ല, മാരണവുമല്ല, ജ്യോത്സ്യവുമല്ല. പിന്നെ എന്തും കൂടെ കൂട്ടിച്ചേർത്തു? അതിനെന്തുണ്ട്? ഒരു മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. ഏതിന്? പരിശുദ്ധ ഖുർആന് മഹത്തായൊരു വശീകരണ ശക്തിയുണ്ട്. ഇസ്ലാം എതിർത്തിരുന്ന ഉഖബക്ക് ഖുർആനിൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിന് മുമ്പിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവനും മുട്ടുമടക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇസ്ലാമിനെ എതിർത്തിരുന്ന ആളാണ് ആര്? ഉത്ബത്ത്. ആ ഉത്ബത്ത് ഖുർആൻ നല്ല സാഹിത്യം ആരാണ്? അറബി ഭാഷയിൽ നല്ല സാഹിത്യം അറിയുന്ന ആളാണ്. ആ ഉത്ബത്ത് ഖുർആൻ്റെ മഹത്വം, ഉത്ബത്തിന് എന്ത് ചെയ്തില്ല? ഖുർആൻ്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടോ വിശുദ്ധ ഖുർആനിലെ സാഹിത്യ മികവിന് മുമ്പിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുക്കൾ മുഴുവനും എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യമറിയുന്ന രാജാക്കന്മാർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? രാജാക്കന്മാർ വരെ മുട്ടുമടക്കിയിട്ടുണ്ട് ഖുർആൻ്റെ മുന്നിൽ. അത്രയ്ക്ക് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഖുർആനോട് തുല്യമായതൊന്നും കൊണ്ടുവരാൻ സാധിക്കണ്ടേ? ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി ആ വിഷയങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ് അവർക്കറിയാമല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിലാണല്ലോ നുബുവത്ത് ലഭിച്ചത്. അതുവരെ അവരുടെ ഇടയിൽ എന്താ വിളിച്ചിരുന്നത്? അവർ അൽ അമീൻ, വിശ്വസ്തൻ. അത്രക്കും വിശ്വാസമുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ച് അവർക്കറിയാം. അതുപോലെ തന്നെ ഖുർആനിൻ്റെ മഹത്വവും അവർക്കറിയാം. ഖുർആനിൻ്റെ മഹത്വവും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അവരെന്തിലേക്ക്? ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതെന്താ കാരണം? അഹങ്കാരമായിരുന്നു അവരുടെ കാരണം. അഹങ്കാരം മൂലമാണ് അവരെന്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാതിരുന്നത്. ഈ സന്ദർഭത്തിൽ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. അവരുടെ അഹങ്കാരം കാരണം എന്ത് ചെയ്തു? ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്, ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആർക്കും
കഴിയില്ല എന്ന് ഖുർആൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ, അല്ലാഹുവല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഇതാണ് ഖുർആൻ്റെ വെല്ലുവിളി. എന്താ ഖുർആൻ്റെ വെല്ലുവിളി? നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ, അള്ളാഹു താല പറയാം, നാം നമ്മുടെ അടിമക്ക്, നാം എന്ന് പറഞ്ഞാൽ അള്ളാഹു താല തൻ്റെ അടിമയാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരുന്നു. ഖുർആൻ മുഴുവനായിട്ട് കൊണ്ടുവരണ്ട, അതിൽ ഏറ്റവും ചെറിയൊരു സൂറത്താകുന്ന സൂറത്തുൽ കൗസർ ഉണ്ടല്ലോ, ഇന്നാഅത്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞ സൂറത്ത്, ആ സൂറത്തിനോട് സമാനമായ ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. അള്ളാഹു അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾ സഹായത്തിന് വിളിച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഖുർആനിൽ ഒരു സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ എന്ത് ചെയ്തു? ഖുർആൻ വെല്ലുവിളിച്ചു. ഇന്നേ വരെ, ഈ കാലം വരെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. കാരണം എന്താ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും അവർക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. അപ്പോഴല്ലേ അത് മുഅ്ജിസത്താവുള്ളൂ. സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ മുഅ്ജിസത്താവുമോ? ഇല്ല, അത്ഭുതമാവില്ലല്ലോ. അത്ഭുതമാവില്ല എപ്പോഴാണ്? ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അത്ഭുതമാവുക. അപ്പോൾ മുഅ്ജിസത്താകണമെന്നെങ്കിൽ എന്ത് വേണം? അതിനോട് തുല്യമായി ഒന്നും വരാൻ പാടില്ല, അത് ആർക്കോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ എന്തായത്? ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആനാണെന്ന് പറയാൻ കാരണം. വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്, അത് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇനി ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല. ഇതുവരെ ആർക്കും എന്ത് ചെയ്തിട്ടില്ല? സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റ് വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതെയായി. വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടെ അതിൽ നിയമങ്ങളും അത് വായിക്കുന്നതിൻ്റെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തു? പിന്നെ ഇല്ലാതെയായി പോയി. അത് വായിക്കാനും പാടില്ല, അതനുസരിച്ച് പ്രവർത്തിക്കാനും പാടില്ല. അതാണ് ഇനി പറയണത്. മനുഷ്യ കൈക്കടത്തലുകൾക്ക് വിധേയമായി ആ മുമ്പുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ, തൗറാത്താണെങ്കിലും ഇഞ്ചീലാണെങ്കിലും സബൂറാണെങ്കിലും, അതൊക്കെ മനുഷ്യ കൈക്കടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അവർക്ക് തോന്നിയതനുസരിച്ച് അതിലൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ച് കർമ്മം ചെയ്യാനും പാടില്ല. തൗറാത്താണെങ്കിലും ഇഞ്ചീലാണെങ്കിലും സബൂറാണെങ്കിലും അത് വായിക്കാനും പാടില്ല, അതിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നാമാണ് ഖുർആനെ അവതരിപ്പിച്ചത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുന്ന അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ യാതൊരു കോട്ടവും തട്ടാതെ എവിടെ ഉണ്ടാവും? ഖുർആനെ എവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതാണ് പറഞ്ഞത്. ഇനി ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മളൊക്കെ പാരായണം ചെയ്യലുണ്ടാകും. ഇനി ചെയ്യലില്ലെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ചെങ്കിലും നമ്മുടെ സമയത്തിനനുസരിച്ച് കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. നമ്മൾ ഒരുപാട് സൂറത്തുകൾ ഹിഫ്ളാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക? ആ സൂറത്തുകളെങ്കിലും ഒരു ദിവസത്തിൽ പാരായണം ചെയ്യുക. ഖുർആൻ നോക്കി ഓതലാണ് ഏറ്റവും പുണ്യകരമായ കാര്യം, കാണാതെ ഓതുന്നതിനേക്കാൾ. അപ്പോൾ ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുക, തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അത് ശുപാർശ ചെയ്യും. അന്ത്യനാളിൽ എന്ത് ചെയ്യും? ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അത് ശുപാർശ ചെയ്യും. നമ്മൾ നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഖുർആൻ വരും, വന്നിട്ട് ഖുർആൻ പറയും, റബ്ബേ എന്നെ ഒരുപാട് ഓതിയ മനുഷ്യനാണ്, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ആക്കണമെന്ന് ഖുർആൻ പറയും. അതിനെന്ത് വേണോ? നമ്മൾ ഖുർആൻ ഓതണം. നമ്മളെ കഴിച്ചിലാക്കുമാർ ഖുർആൻ അവിടുന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നിരന്തരം ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കണം. ഒരൊട്ട ഓതിക്കൊണ്ട് എടുത്തുവെച്ച് പിന്നെ തൊടാതൊക്കെയല്ല വേണ്ടത്. ഇടയ്ക്കിടെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചെങ്കിലും ഖുർആൻ ഓതണം. ഇനി ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. അത് നബി തങ്ങൾ പറഞ്ഞതാണ്. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. ഏറ്റവും ഉത്തമരാരാ? ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിക്കുന്നവരും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നവരും. അപ്പോൾ മക്കളാകുന്ന നമ്മളൊക്കെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയില്ല മദ്രസയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെന്താണ്? ഏറ്റവും നല്ല ഉത്തമരാണ്. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ ഉസ്താദുമാർ, അവരും ഏറ്റവും നല്ല ഉത്തമരാണ്. അതാ പറഞ്ഞത്, ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ ആരെ പോലെയാണ്? പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. പരിപാലനമില്ലാത്ത വീടിൻ്റെ അവസ്ഥ എന്തീകാരം? അതിലാകെ പൊടിപടലങ്ങളും അതുപോലെ തന്നെ മാറാല കെട്ടിയിട്ടും ചിലന്തി വല കെട്ടിയിട്ടും ഇങ്ങനെയൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് പരിപാലനമില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് ആരുടെ ഹൃദയം ഉണ്ടാവുക? ആരുടെ ഹൃദയം? ഖുർആന് മനപ്പാടമില്ലാതെ, ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ,
പരിപാലനമില്ലാത്ത വീട് പോലെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ മനപ്പാടല്ലേ, അവരാരെപ്പോലെയാണ്? പരിപാലനമില്ലാത്ത വീട് പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഇനി വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പാഠത്തിൽ പറഞ്ഞ വാക്കന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖറ വനഫം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷിക കാര്യം. തഅല്ലമ പറഞ്ഞാൽ പഠിച്ചു, പിന്നെ അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. അങ്ങനെ ഓരോ വാക്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ആൻസർ ഖുർആൻ. രണ്ട്, ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക? ആൻസർ ഖുർആൻ ഓതുന്നവർക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക്. ഇനി മൂന്നാമത്തേത്, മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ആൻസർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. നാല്, ഖുർആൻ തീരെ മനപ്പാടമില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടാണ് ഉപമിച്ചത്? ഖുർആൻ തീരെ മനപ്പാടമില്ലാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഉപമിച്ചത്? പരിപാലനമില്ലാത്ത വീടിനോടാണ് ഉപമിച്ചത്. ഇനി അഞ്ച്, എതിർത്തവരെ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? ആൻസർ, നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അതാണ് ഖുർആൻ വെല്ലുവിളിച്ചത്. ഇനി അടുത്തതിന് ഉബയ്യൻ സിയാക്ക് സന്ദർഭം വിവരിക്കാനാണ്. ഒന്ന്, ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. അത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ള ഘട്ടമുണ്ട്. സാഹിത്യകാരനായ ഉത്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രവിക്കാനിടയായി. അപ്പോൾ ഉത്ബത്ത് മക്കക്കാരോട് പറഞ്ഞതാണ് ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. അപ്പോൾ ഉത്ബത്ത് പറഞ്ഞു, ആരോടാ പറഞ്ഞതും കൂടെ ഉണ്ടായിക്കോട്ടെ, മക്കക്കാരോട് ഉത്ബത്ത് പറഞ്ഞതാണ് ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട് എന്ന്. ഇനി നാലാമത്തെ നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ഒന്ന്, ഖുർആനിൻ്റെ മുന്നിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുട്ടുമടക്കി. രണ്ട്, ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. മൂന്ന്, ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങൾ ദുർബലമായി. നാല്, ഖുർആൻ അന്ത്യനാൾ വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. അടുത്തത് അഞ്ചാമത്തേത്, ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഇനി നുഇദ് മുദക്കിറ എന്താണ് ഇതാളുള്ളത്? അഅ്ളമുൽ മുഅ്ജിസാത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഒരുപാട് കാരണങ്ങൾ അതിൽ നമുക്ക് പഠിക്കും. ഇവിടെ നമ്മൾ പഠിച്ചതിനനുസരിച്ച് നമുക്ക് എഴുതാം. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റ് വേദഗ്രന്ഥങ്ങളെല്ലാം ദുർബലമായി. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ നാളെ ഖിയാമത്ത് നാളിൽ, അവസാന നാളിൽ, അന്ത്യനാളിൽ പാരത്രിക ലോകത്ത് ഖുർആൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.